ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ തന്നെ അഡിലേഡിലോട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾ 4 പേരും കൂടെ. എനിക്കും ചേച്ചിക്കും അങ്ങനെ എപ്പോഴും ഓഫ് കിട്ടാറില്ല, റെയറായിട്ട് മാത്രമേ ഓഫ് കിട്ടാറുള്ളൂ. അപ്പം ഞങ്ങൾ ഓർത്തു എങ്ങടേലും പോകാമെന്ന്. അപ്പം ഞങ്ങൾ എപ്പോഴും പോകുന്നത് അഡിലേഡിലോട്ട് തന്നെയാണ്. അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. രാവിലെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, അതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാണ്ടാണ് കേട്ടോ. അപ്പം പോർട്ട് വേക്ക്ഫീൽഡിലെ ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ നിർത്തിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. മിക്കപ്പോഴും ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോവാറ്. ബിക്കോസ് പോർട്ട് ബ്രൗട്ടിൽ നിന്ന് പോർട്ട് വേക്ക്ഫീൽഡിലോട്ട് വേറെ കടകളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അഡ്ലേഡ് എത്താറായപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞു തുടങ്ങി കേട്ടോ. ആദ്യമേ തന്നെ ഞങ്ങൾ പോണത് ഇന്ത്യൻ ഷോപ്പിലോട്ടാണ് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അങ്ങോട്ട് എങ്ങടേലും പോകാമല്ലോ അങ്ങനെ ഓർത്തു. ഞാനിപ്പം മിക്കപ്പോഴും അഡ്ലേഡിൽ വരുമ്പോൾ ഇവിടെ വന്നിട്ടാണ് പോവാറ്. അപ്പോൾ അതേ ഇവിടെ നമ്മുടെ കുറേ നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ ഫ്രോസൺ ആയിട്ട് ഇവിടെ കിട്ടും കേട്ടോ. ജാക്ക് ഫ്രൂട്ട്, അതായത് ചക്കക്കുരു തോരന്, പിന്നെ ഉള്ളി, അതുപോലെ തന്നെ സാമ്പാറിൻ്റെയൊക്കെ കഷ്ണങ്ങൾ ഇതുപോലെ ഫ്രോസൺ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ ചക്ക അരിഞ്ഞതും ഞാൻ വാങ്ങി കേട്ടോ. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ 2 പാക്കറ്റ് അങ്ങനെ വാങ്ങി. പിന്നെ വാഴച്ചുണ്ട് തോരനും അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ചൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഹാർബർ ടൗണിലോട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇവിടെ ബോക്സിംഗ് ഡേ ആയതുകൊണ്ട് കുറച്ചൊക്കെ ഓഫേഴ്സ് ഉണ്ട്, 50% ഒക്കെ ഓഫേഴ്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ആദ്യമേ സന്ദർശിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഒരു വലിയ ഒരു മാളൊക്കെ പോലെയാണ് കേട്ടോ. ഇതിങ്ങനെ പരന്ന് കിടക്കുവാണ്. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നൊരു വീക്കെൻഡും കൂടി ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടെത്തി. പാർക്കിംഗ് കണ്ടാലും അറിയാം ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ നോക്കി കണ്ട് നടക്കാൻ. ആദ്യമേ പോയത് ടോമി ഹിൽഫിഗറിൻ്റെ ഷോപ്പിലോട്ടാണ്. അവിടെ 50% ഓഫ് ഉണ്ട്. അപ്പം ഞാൻ ഒരു ഷർട്ടും ഒരു ടീഷർട്ടും വാങ്ങി. അതുപോലെ തന്നെ ഒരു പേഴ്സും വാങ്ങിയായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെയുള്ള ഓരോ ഷോപ്പിലൊക്കെ കയറി ചുമ്മാ ഇങ്ങനെ അതുവഴിയൊക്കെ നടന്നു. അങ്ങനെ എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് കണ്ടത് ബെൽജിയം ചോക്ലേറ്റ് കവേർഡ് സ്ട്രോബെറീസ്. എൻ്റെ പൊന്നോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. $10 എന്തോ സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. നല്ല ടേസ്റ്റി ആയിരുന്നു. ഹാനകൃഷ്ണയുടെ ഒക്കെ വീഡിയോ കണ്ടപ്പം തൊട്ട് എനിക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രൈ ആക്കി. ഇത് വേറെ എന്തോ, ഇത് ചോക്ലേറ്റ് അല്ല, വേറെ എന്തോ സംതിങ് അറിയില്ല. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ്. ഒത്തിരി പേര് വന്ന് വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും അപ്പോൾ തന്നെ വാങ്ങി. കുറേ വാങ്ങിക്കൊണ്ട് പോകായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ 2-3 കപ്പും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോയേനെ. അതുപോലെ ടേസ്റ്റിയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഐസ്ക്രീം ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അല്ലാണ്ടും കിട്ടും, ഇങ്ങനെയും കിട്ടും. രണ്ടും അടിപൊളിയായിരുന്നു. ഞാൻ നിമിഷ നേരം കൊണ്ട് ഒരു കപ്പ് ഫിനിഷാക്കി. അങ്ങനെ അവരും ട്രൈ ചെയ്തു, അവർക്കും ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇത് ഏകദേശം 2 മണി 3 മണിയൊക്കെ ആയി കേട്ടോ ടൈം. അത് കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇവിടെ തന്നെ നടന്ന് തന്നെ നമ്മൾ ക്ഷീണിക്കും, അതുപോലെ ദൂരമുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ട് വന്നു കേട്ടോ. ഈ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ബാക്കിയൊക്കെ ഒരു മഗ്ഡി അങ്ങനത്തെ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ ആസ് യൂഷ്വൽ ചോല ഭട്ടൂരയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞാൻ ടോമി ഹിൽഫിഗറിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു പേഴ്സാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി നമ്മുടെ കയ്യിലൊതുങ്ങുന്ന ഒരു ചെറിയ പേഴ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയതാണ്. അപ്പോൾ നമ്മുടെ ചോല ഭട്ടൂര വന്നു. ഞങ്ങൾ എവിടെ പോയാലും എന്താണെന്നറിയത്തില്ല, ഇത് മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ ഇവിടെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബിരിയാണിയൊക്കെ അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മെനുവിൽ, ബട്ട് അവർ ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു ഷോപ്പെന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഓസ്ട്രേലിയൻ ഗിഫ്റ്റ്. നമ്മൾ ഇവിടുന്ന് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഓസ്ട്രേലിയയുടേതായിട്ടുള്ള കുറേ ഇതൊക്കെ വെച്ചിട്ടുള്ള ഗിഫ്റ്റിൻ്റെ ഒരു ഷോപ്പായിരുന്നു കേട്ടോ. അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വേറൊരു മാളിൽ അതിൻ്റെ ഇടയ്ക്ക് പോയായിരുന്നു. അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ സ്ട്രീറ്റിലൂടെ നടക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ അതുവഴിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന്
നടന്ന് ടൈം കളയാൻ ഇത് നല്ല ബെസ്റ്റ് ഒരു പ്ലേസാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ഒരു ഗ്ലിനെൽഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ചിലോട്ടാണ് കേട്ടോ. അവിടെ നിന്നൊരു 30 മിനിറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ബീച്ചിലെത്തി. ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ തലേദിവസമാണ് പോയത്. അപ്പം ന്യൂ ഇയറിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബീച്ചിലൊക്കെ. ഇപ്പം നല്ല ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കടലിൽ അങ്ങനെ ഉള്ളിലോട്ട് ഇറങ്ങിയില്ല. ബട്ട് സൈഡിലായിട്ട് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്കൈ വീല് അങ്ങനത്തെ, പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോയത്. ഇവിടുത്തെ അഡ്ലേഡിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് കേട്ടോ ഗ്ലിനെൽഗ് ബീച്ച്. ന്യൂ ഇയറിനാണെങ്കിലും നല്ല പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ഈ സ്കൈ വീലിലാണ് ഞാൻ കയറണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കയറുന്നോ? ഞങ്ങളങ്ങനെ ഇതിൽ കയറാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ. ഒരാൾക്ക് $15 എന്തോ സംതിങ് ആയിരുന്നു. അപ്പോൾ നമ്മളത് പേ ചെയ്തിട്ട് കയറുവാണ്. അവർ രണ്ടുപേരും വന്നില്ല. അപ്പോൾ ഞങ്ങൾ മാത്രം കയറാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്കൈ വീലിൽ കയറുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും നല്ല പേടിയും ഉണ്ടായിരുന്നു. കാരണം ഇത് ഭയങ്കര വലിയ സ്കൈ വീലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സ്കൈ വീൽ കാണുന്നത്. പക്ഷേ ഇതാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതാണ് കണ്ടത് എല്ലാവരും. പക്ഷേ അതിനകത്ത് ഞാൻ അനുഭവിച്ചത് എൻ്റെ അമ്മ പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കും ടെൻഷനായിരുന്നു. പൊങ്ങുമ്പോഴാണ് ചെറിയൊരു പേടി. വേറെ കുഴപ്പമൊന്നുമില്ല, ഒരാട്ടവും. പിന്നത് ഇങ്ങനെയാണ് കുഴപ്പമില്ലേ. പക്ഷെ ഇടയ്ക്കൊന്ന് നിൽക്കും. അയ്യോ ഇതെങ്ങോട്ടേ പോന്നു. അയ്യോ അങ്ങോട്ട് നോക്കി കടല് കാണാൻ നല്ല ഭംഗിയല്ലേ. ഇടയ്ക്കൊരു സൗണ്ട്. അയ്യോ ഇടയ്ക്കൊരു സൗണ്ട് കേൾക്കും. നമുക്കപ്പൊ സഹിക്കാൻ പറ്റും. നട്ടുമെല്ലാം ഊരി പോകുന്നുള്ള ടെൻഷനാണ്. അയ്യോ കണ്ടോ ഇപ്പൊ ഒരു സൗണ്ട് കേട്ടില്ല, അതുപോലത്തെ സൗണ്ട്. ഇവിടെ മൊത്തം നട്ടിട്ട് മുറിക്കേക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഊരിപ്പോയാൽ തീർന്നു. നെഞ്ചുവേദനയാണ്. $15 കൊടുത്ത് ചെയ്ത പരിപാടിയാണ് കേട്ടോ. ഒരു സുഖം. എങ്ങനെയുണ്ട് സുഖു? ഇഷ്ടായോ? അവസാനം ഞാൻ അവിടെ നിന്ന് ചാടി ഇറങ്ങി കേട്ടോ. ടോട്ടൽ 5 റൗണ്ട്സാണ് നമുക്ക് $15 അവർ തരുന്നത്. കൂടുതൽ വേണമെങ്കിൽ അവർ നമുക്ക് കൂടുതൽ പേ ചെയ്യണം. ആദ്യത്തെ ഒരു പേടിയേ ഉള്ളൂ. പിന്നത്തെ റൗണ്ടൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇവിടെ കൂടുതലും ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളാണ് വരുന്നത്. അതുപോലെ തന്നെ 1 മില്യൺ സംതിങ് ആൾക്കാരാണ് മിക്കപ്പോഴും ഇവിടെ വരാറുള്ളതെന്നാണ് കണക്ക്. ഇത് ന്യൂ ഇയറിൻ്റെ തലേദിവസം ആയതുകൊണ്ട് അവിടുത്തെ പിറ്റേ ദിവസത്തെ പരിപാടിക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് പിള്ളേർ കളിക്കുന്ന സംഭവമാണ്. ഞാൻ വെറുതെ ഒന്ന് ചാടി നോക്കിയത്. നല്ല രസമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയത് ചോക്ലേറ്റ് അല്ല ഐസ്ക്രീം കഴിക്കാനായിട്ട്. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഐസ്ക്രീം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പ്രിഫറൻസിനനുസരിച്ച് അവർ ഉണ്ടാക്കി തരും കേട്ടോ. അങ്ങനെ നിറയെ ആൾക്കാരായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞാൻ ഈ റെയിൻബോ ഐസ്ക്രീമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇതിൻ്റെ പേരെന്നാന്ന് അറിയത്തില്ല, റെയിൻബോ എന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ സൈഡിലായിട്ട് കുറേ ഇങ്ങനെ ഇരിക്കാനായിട്ടൊക്കെയുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ഇപ്പോൾ ഏകദേശം 6 മണി 7 മണി ആകാറായിട്ടുണ്ട്. ഏറ്റവും ബെറ്റർ വെയിലൊക്കെ ഒന്ന് മാറി
ഈ ടൈമിൽ 6 മണി 7 മണി സമയത്ത് അവിടെ പോകുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നന്ദൂസ് എന്നാണ് തോന്നുന്നു ഇത് വായിക്കുന്നത്, എങ്ങനെയാണ് അത് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഞാൻ വിചാരിച്ചത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണെന്ന്, പിന്നെയാണ് മനസ്സിലായത് ഒരു ആഫ്രിക്കൻ ബേസ്ഡ് റെസ്റ്റോറൻ്റ് ആണെന്ന്. ഈ ന്യൂസിലാൻഡിലൊക്കെ ഉണ്ട് ഇതിൻ്റെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ. അപ്പോൾ ഞങ്ങൾ ഗ്രിൽഡ് ചിക്കനാണ് കേട്ടോ വാങ്ങി, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ഒരു 8 മണി 8:30 ആകാറായപ്പോഴാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബായ്.